ഹലോ എവരിവൺ, മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 12ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്ലാസ്മിഡ് വെക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ജെൽ ഇലക്ട്രോഫോറസിന്റെ ഒക്കെ ബേസ് മനസ്സിലാക്കി ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 1000 ബേസ് പെയർ DNA fragment was cloned between hind 3 and echo R1 sides of plasmid vector PAT. PAT എന്ന് പറഞ്ഞ ഒരു പ്ലാസ്മിഡ് വെക്ടർ തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്, ഒരു DNA ഫ്രാഗ്മെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അതിനെ ഒരു സ്ഥലത്ത് കട്ട് ചെയ്തത് ഇക്കോ R1 വെച്ചിട്ടാണ് ആൻഡ് അതർ എൻഡ് കട്ട് ചെയ്തത് ഹൈൻഡ് 3 വെച്ചിട്ടാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ആൻഡ് പ്ലാസ്മിഡ് വെക്ടർ ഓഫ് സൈസ് 3500 ബേസ് പെയർ എന്നാണ്. അതായത് ഈ പ്ലാസ്മിഡ് വെക്ടറിന്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 3500 ബേസ് പെയർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ദ ക്ലോൺഡ് ഫ്രാഗ്മെന്റ് ഹാഡ് എ നോട്ട് 1 എന്ന് പറഞ്ഞ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ക്ലോൺ ചെയ്ത്, അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത DNA ഫ്രാഗ്മെന്റിന്റെ അകത്ത് ഉണ്ട്. ഇൻ ഓർഡർ ടു കൺഫേം ദ പ്രസന്റ് ഓഫ് ദ ഇൻസേർട്ട്, റീകോമ്പിനന്റ് പ്ലാസ്മിഡ് വാസ് ഡൈജസ്റ്റഡ് കംപ്ലീറ്റ്ലി വിത്ത് 2 എൻസൈംസ് വെച്ച് ആദ്യം ട്രീറ്റ് ചെയ്തു. ഒന്ന് നോട്ട് 1 ആൻഡ് ഇക്കോ R1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്തു. ആൻഡ് ട്രീറ്റ്മെന്റ് ബി ഈസ് നോട്ട് 1 ആൻഡ് ഹൈൻഡ് 3. ഈ 2 റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ടും ട്രീറ്റ് ചെയ്തു. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ട്രീറ്റ്മെന്റ് 1ന് ശേഷം അത് ജെൽ ഇലക്ട്രോഫോറസിസിൽ റൺ ചെയ്തു. ആൻഡ് ട്രീറ്റ്മെന്റ് 2ന് ശേഷവും ജെൽ ഇലക്ട്രോഫോറസിസിൽ റൺ ചെയ്തു. ആൻഡ് ഇനി നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻ ലെയിൻ 1, അപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ലെയിൻ 1 ഈ കാണുന്നതാണ് ആൻഡ് ലെയിൻ 2 ഇതാണ്. ലെയിൻ 1 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഡൈജഷൻ ബൈ നോട്ട് 1 ആൻഡ് ഇക്കോ R1. ഈ ട്രീറ്റ്മെന്റ് എന്റെ പ്രോഡക്റ്റ് ആണ് ലെയിൻ 1ൽ ലോഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ ലെയിൻ 2 ഡൈജഷൻ ബൈ നോട്ട് 1 ആൻഡ് ഹൈൻഡ് 3 ആണ് ലോഡ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് പ്രൊഫൈൽ ഓഫ് ദ ഡൈജസ്റ്റഡ് റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഫോർ എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ നമ്മളുടെ ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണ് എ ഏതാണ് ബി എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. സോ ക്വസ്റ്റ്യൻ എന്താ എന്നുള്ളത് നമുക്ക് ആദ്യം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഞാൻ ചോദ്യം ഒന്നും കൂടെ വായിക്കാം. നമ്മളുടെ കയ്യിൽ PAT1 എന്ന് പറയുന്ന ഒരു പ്ലാസ്മിഡ് വെക്ടർ ആണ് ഉള്ളത്. ഈ PAT1നെ നമ്മൾ നോക്കുകയാണ് ുണ്ടെങ്കിൽ ഇതാണ് PAT1. ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഈ PAT1നുള്ളത് ആകെ ബേസ് പെയേഴ്സ് എന്ന് പറയുന്നത് 3500 ബേസ് പെയേഴ്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ ഒരു കഷ്ണം DNA ഫ്രാഗ്മെന്റ് ഇൻസേർട്ട് ചെയ്യാണ്. ആ DNA ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 1000 ബേസ് പെയേഴ്സ് ആണ്. 1000 ബേസ് പെയേഴ്സ് ആണ്. അതിലെ ഒരു എൻഡില് എന്താണുള്ളത്? ഇക്കോ R1ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആണുള്ളത്. ഒരു എൻഡില് എന്താണുള്ളത്? ഹൈൻഡ് 3 ആണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഈ ഇൻസേർട്ട് ചെയ്ത് നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ അകത്ത് നോട്ട് 1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ സീക്വൻസ് ഉണ്ട്. നോട്ട് 1. ഈ ഇക്കോ R1ന്റെ സൈറ്റിൽ നിന്ന് നോട്ട് 1ലേക്ക് എത്ര ബേസ് പെയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. എത്ര ബേസ് പെയേഴ്സ് ആണ് ഉള്ളത്? 400 ബേസ് പെയേഴ്സ് ആണ് ഉള്ളത്. 400 ബേസ് പെയേഴ്സ് ആണ് ഉള്ളത്. അപ്പം ടോട്ടൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ ലെങ്ത് 1000 ആണ്. അപ്പൊ റിമൈനിങ് 600 ആയിരിക്കും ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. സോ ദിസ് ലെങ്ത് വിൽ ബി 600 ബേസ് പെയേഴ്സ്. ശരിയാണല്ലോ? യെസ്. അപ്പൊ ഇതാണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ ഈ ഭാഗത്തായിട്ട് 500 ബേസ് പെയർ മാറി ഇവിടെ ഒരു നോട്ട് 1ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടല്ലോ. യെസ്. അപ്പം ഇവിടെയുമുണ്ട് നോട്ട് 1ന്റെ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ്. അത് എത്ര ബേസ് പെയേഴ്സ് മാറിയിട്ടാണ്? 500 ബേസ് പെയേഴ്സ് മാറിയിട്ടാണ്. ശരിയല്ലേ? യെസ്. ഇനി ചിത്രത്തിൽ എന്താണ്? ഹൈൻഡ് 3 കഴിഞ്ഞ് 1100 ബേസ് പെയറിന് ശേഷം വീണ്ടും ഒരു നോട്ട് 1 ഉണ്ട്. ശരിയല്ലേ? യെസ്. അപ്പൊ അതും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഹൈൻഡ് 3 കഴിഞ്ഞിട്ട് ഏകദേശം 1100 ബേസ് പെയറിന് ശേഷം ഇവിടെയാണ് നോട്ട് 1 ഇനിയുള്ളത്. അല്ലേ? അപ്പൊ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നതും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 1100 ബേസ് പെയേഴ്സ് ആണ്.
ശരിയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ PAT1 കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് ആദ്യം ട്രീറ്റ് ചെയ്യാണ്. NOT1 ആൻഡ് ICOR1 വെച്ചിട്ടാണ് ആദ്യം ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പം എവിടെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ NOT1 കട്ട് ചെയ്യും, ദെൻ ICOR1 സൈറ്റിൽ കട്ട് ചെയ്യും, ദെൻ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ DNA ഫ്രാഗ്മെന്റ് ഇൻസേർട്ട് ചെയ്ത് അതിന്റെ അകത്തെ NOT1 കട്ട് ചെയ്യും. ആൻഡ് ഹൈൻഡ് 3 കട്ട് ചെയ്യോ? ഇല്ല, കാരണം ആദ്യത്തെ ട്രീറ്റ്മെന്റ് എയിൽ എന്തില്ല, ഹൈൻഡ് 3 ഇല്ല. ആൻഡ് ദ അതർ സൈഡ് ഈസ് ഇവിടെയുള്ള NOT1 കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര ഫ്രാഗ്മെന്റ്സ് കിട്ടും? ഒരു ഫ്രാഗ്മെന്റ്, ഇത് 2, ഇനി ഇത് 3, ഈ ടോട്ടൽ ഫ്രാഗ്മെന്റ് 3 ആൻഡ് 4. ശരിയല്ലേ? യെസ്. അപ്പൊ അതിന്റെ എല്ലാം ലെങ്ത് ഞാനൊന്ന് എഴുതുകയാണ്. ട്രീറ്റ്മെന്റ് എയിൽ ഉള്ള ലെങ്ത് ഏതൊക്കെയാണ്? ഇയാളുടെ ലെങ്ത് 500 ആൻഡ് ഇത് 400. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് 500 ഉണ്ടാവും, 400 ഉണ്ടാവും. പിന്നെ അടുത്ത ആളുടെ ലെങ്ത് എത്രയാ? അടുത്ത ആളുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് 600 പ്ലസ് 1100, 600 പ്ലസ് 1100. അപ്പൊ എത്രയാണ് ലെങ്ത് വരിക? 1700 വരും. ആൻഡ് റിമൈനിങ് എന്ന് പറയുന്നത് ഈ ആളുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? ടോട്ടൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 3500 ആണ്. അതില് ഇത്രയും ആളുകളെ നമ്മൾ കുറയ്ക്കുകയല്ലേ വേണ്ടത്. അപ്പൊ ഇയാളുടെ ലെങ്ത് കിട്ടുമല്ലോ. അപ്പൊ എത്രയാ വരിക? 500 പ്ലസ് ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത DNA ഫ്രാഗ്മെന്റ് 1000. അപ്പൊ 1500, 1500 പ്ലസ് 1100, 1500ഉം 1100 എന്ന് പറയുന്നത് 2600 ആണ്. സോ ഇവിടെ വരുന്നത് 1900 ആയിരിക്കും. ഇതാണ് ട്രീറ്റ്മെന്റ് എ. അതായത് ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ NOT1ഉം ICOR1 വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഏതൊക്കെ ഫ്രാഗ്മെന്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? NOT1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈം ആൻഡ് ഹൈൻഡ് 3 അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നേരത്തെ ആയിട്ട് വ്യത്യാസം എന്താ വരിക? ഇവിടെ നമ്മൾ ICOR1 കട്ടാവില്ല. ശരിയല്ലേ? ICOR1 കട്ടാവില്ല. പകരം എന്താണ് കട്ടാവുക? പകരം ഹൈൻഡ് 3യിലാണ് കട്ടാവുക. അപ്പൊ ഏതൊക്കെ ഫ്രാഗ്മെന്റ്സ് ആണ് ഉണ്ടാവുക? അപ്പൊ ഏതൊക്കെ ഫ്രാഗ്മെന്റ്സ് ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ അവിടെ വരയ്ക്കാം. ഏതൊക്കെ ഫ്രാഗ്മെന്റ്സ് ആണ് ഉണ്ടാവുക? ഇതാണ് ഒന്നാമത്തെ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ഫ്രാഗ്മെന്റ്. ഇത് രണ്ടാമത്തെ ഫ്രാഗ്മെന്റ്, രണ്ടാമത്തെ കഷ്ണം. ഇത് മൂന്നാമത്തെ ഫ്രാഗ്മെന്റ്. ആൻഡ് ഇതാണ് നാലാമത്തെ കഷ്ണം. ശരിയല്ലേ? യെസ്. അപ്പൊ ഒന്നാമത്തെ കഷ്ണത്തിന്റെ സൈസ് നമുക്ക് നോക്കാം. ഇതാണല്ലോ ഒന്നാമത്തെ കഷ്ണം. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 500 പ്ലസ് 400, 500 400 900. യെസ്. ഇനി അടുത്തത് ഇത് എത്രയാണ്? ഇത് 600 ബേസ് പെയർ. 600 ആണല്ലോ. യെസ്. ഇനി ഈ കാണുന്ന ഭാഗം എത്രയാണ്? 1100. ആൻഡ് ദ റിമൈനിങ് തിങ് ഈസ് എത്ര വരിക? നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര വരിക? 1100 എന്ന് പറഞ്ഞാല് 1900. റിമൈനിങ് ആയിട്ടുള്ളത് 1900 ആണ് വരിക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ഇതാണ് ഫ്രാഗ്മെന്റ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ഫ്രാഗ്മെന്റ്സിന്റെ ലെങ്ത്. ഈ ലെങ്ത് വെച്ചിട്ട് വേണം നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ലൈൻ 1 ആൻഡ് ലൈൻ 2 കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കറിയാം. DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. DNAക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ടുവേർഡ്സ് ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജിലേക്ക് DNA മൂവ് ചെയ്യും, DNA അട്രാക്റ്റഡ് ആവും. അതിലെ ഏറ്റവും വലിയ ഫ്രാഗ്മെന്റ്സ് കുറച്ച് ദൂരമേ പോകുള്ളൂ. ഏറ്റവും ചെറിയ ഫ്രാഗ്മെന്റ്സ് പെട്ടെന്ന് പോസിറ്റീവ് സൈഡിലേക്ക് കൂടുതൽ മൂവ് ചെയ്യും. ഇതാണ് പ്രിൻസിപ്പിൾ. അപ്പൊ അക്കോർഡിംഗ് ടു DNA സൈസ് ചെറിയ ഫ്രാഗ്മെന്റ്സ് കൂടുതൽ ദൂരത്തേക്ക് പോകും, വലിയ ഫ്രാഗ്മെന്റ്സ് കുറച്ച് ദൂരമേ മൂവ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ പഠിച്ച തിയറിയാണ്. ഓക്കെ. അപ്പൊ ഈ കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കിട്ടിയ റിസൾട്ട് ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. അപ്പം ലൈന് ഏല് ആരൊക്കെ വേണം? 500, 400, 1700, 1900 എന്ന് പറഞ്ഞ ലെങ്ത് ഉള്ള ഫ്രാഗ്മെന്റ്സ് വേണം. അപ്പൊ നമുക്ക് നോക്കാം ഏത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഏത് ഓപ്ഷനിലാണ് ഈ സൈസ് ഉള്ള ഫ്രാഗ്മെന്റ്സ് ഉള്ളത് എന്ന് ചോദിച്ചാല് ലൈന് 1 500, 400,
1900 700 ലൈൻ 1 ഈ പറയുന്ന ആൾക്കാരുള്ളത് ഓപ്ഷൻ എയിലാണ്. ഇനി അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് 2 900 600 1100 1900 എന്ന് വരുന്ന ആരൊക്കെയാണ്? 600 900 1100 1900. സോ ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതുപോലത്തെ കോൺസെപ്ഷ്യലി വളരെ റിച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരാറുള്ളത്. അപ്പൊ ഇതുപോലത്തെ ബയോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ ഫെമിലിയർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അല്ല എങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ എന്നോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഐസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ആൻഡ് ഇപ്പോൾ ഐസറിൽ ജോയിൻ ചെയ്ത കുട്ടികളും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു നോട്ടും ഞാൻ PDF ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ നോക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് ആണെങ്കിൽ ഞങ്ങൾ ഐസറിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിലും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ സീരീസിന്റെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.